നാടിനെ നടുക്കി ആലപ്പുഴ കളർകോട് വാഹനാപകടം. KSRTC ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞത് 5 വിദ്യാർത്ഥികളുടെ ജീവനാണ്. വണ്ടാനം മെഡിക്കൽ കോളേജ് 1-ാം വർഷ വിദ്യാർത്ഥികളാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. മരിച്ച വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. പൊതുദർശനം ഉച്ചയ്ക്ക് 12 മണിയോടെ നടക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുക്കും. അപകടം സംബന്ധിച്ച് അന്വേഷിക്കാൻ RTOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി 9:15 സംഭവിച്ചത്. ശേഷം ഇവിടെ ബോഡിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ വന്നപ്പം തന്നെ 5 പേരും ബ്രോഡ് ഡെഡ് എന്നാണ് പ്രിൻസിപ്പളിലേക്ക് തന്ന റിപ്പോർട്ട് പ്രകാരം. അപ്പം ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ രാത്രി തന്നെ നടത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇവിടെ പൊതുദർശനത്തിന് ശേഷം ബോഡി വിട്ടുകൊടുക്കാനുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ലക്ഷദ്വീപിൽ നിന്നുള്ള കുട്ടിയുടെ പേരൻസ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പേരൻസ് വന്നതിന് ശേഷം കൺസെൻറ്റോട് കൂടി മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റുള്ളൂ. ബാക്കി 4 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം അടിയന്തരമായിട്ട് ചെയ്യുന്നതാണ്. അമിത വേഗതയല്ല അപകടത്തിന് കാരണമെന്ന് ക്രൈംബ്രാഞ്ച് DYSP. ആലപ്പുഴയുടെ അനുഭവത്തിൽ അവിടെ അങ്ങനെ ഒരു മേജർ ആക്സിഡൻറ്റ് നടന്നതായിട്ട് അറിയില്ല. മഴയുടെ ഒരു റോഡ് സ്കിഡായതിൻ്റെ ഒരു കാരണമാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ കാര്യങ്ങളോ അതൊന്നും ഇതുവരെ ആയിട്ടില്ല. അതെല്ലാം MVAയുടെ പരിശോധനയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപകട സമയത്ത് 11 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. മനീഷ്, ഞെട്ടിക്കുന്ന അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നേരെ ചെന്ന് ഇടിച്ച് കയറുകയാണ് ബസ്സിലേക്ക്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച എന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെ അന്നേരം വലിയ മഴയുണ്ടായിരുന്നോ? ലക്ഷ്മി പത്മ, തീർച്ചയായും ഇന്നലെ 9:30 കൂടി എന്ന് പറയുമ്പോൾ തന്നെ ആലപ്പുഴയിൽ അതിശക്തമായ മഴ ഉണ്ടായിരുന്നൊരു സമയമാണ്. ഈ മഴ മൂലമുണ്ടായ മോശം കാലാവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് നിലവിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് DYSPയും RTOയും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വാഹനത്തിന് അതിവേഗമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇവിടെ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നൊരു സ്ഥലമല്ല. നാളിതുവരെയുള്ള ക്രൈം റിപ്പോർട്ടുകൾ നോക്കിയാൽ ഈ ഭാഗങ്ങളിൽ അപകടം ഉണ്ടായതായിട്ട് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് DYSP അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അതായത് അത്രയേറെ അപകട സാധ്യത ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു പുറകിലായിട്ടൊരു സിഗ്നലാണുള്ളത്. അവിടെ നിന്ന് ഈ അമിത വേഗം കൈവരിച്ച് മുമ്പോട്ടേക്ക് നീങ്ങുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അമിത വേഗത്തിൻ്റെ പ്രശ്നങ്ങളല്ല ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം കാലാവസ്ഥ മോശമായത് മൂലം ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമായിരിക്കാം ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഈ വാഹനത്തിൻ്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ 7 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിൽ സഞ്ചരിച്ച 11 പേരുടെ, അതായത് 11 പേരാണ് 7 പേർ സഞ്ചരിക്കാവുന്ന വാഹനത്തിൽ സഞ്ചരിച്ചത്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്നും ക്രൈംബ്രാഞ്ച് DYSP പറയുന്നു. പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ കാലപ്പഴക്കം പരിശോധിക്കും. അതിനോടൊപ്പം തന്നെ 11 പേര് സഞ്ചരിക്കാനുണ്ടായ സാഹചര്യവും പരിശോധിക്കും. എന്തായാലും പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അമിത വേഗത മൂലം ഉണ്ടായ ഒരു അപകടമല്ല, മറിച്ച് പെട്ടെന്നൊരു ബ്രേക്ക് ഇട്ടപ്പോൾ നിയന്ത്രണം വിട്ടു. അതായത് വാഹനത്തിന് നിയന്ത്രണം വിടുകയും നിയന്ത്രണം വിട്ടത് വലത്തേക്ക് തിരിച്ചപ്പോൾ വാഹനം വട്ടം കറങ്ങി ഈ KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിലിപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തെ 4 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടമാണ് പുരോഗമിക്കുന്നത്. പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശ്രീദീപ്, അതുപോലെ തന്നെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജബ്ബാർ, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇതിൽ 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായി. ബാക്കിയുള്ള
രണ്ടുപേരിൽ ഒരാളുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ള മുഹമ്മദ് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. ബന്ധുക്കൾ ഇവിടെ എത്തിയെങ്കിൽ മാത്രമേ ബന്ധുക്കൾ ഇവിടെ എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയുള്ളൂ. ലക്ഷദ്വീപിൽ നിന്നുള്ള അവരുടെ ബന്ധുക്കൾ ആലപ്പുഴയിൽ എത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ അവരിവിടെ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഈ ഒരു പോസ്റ്റ്മോർട്ടം ഇബ്രാഹിമിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഇതിൽ ആലപ്പുഴ കാവലം സ്വദേശിയുടെ മൃതദേഹം വൈകുന്നേരത്തോടുകൂടി സംസ്കരിക്കും. അതുപോലെ തന്നെ ഈ ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം എറണാകുളത്തായിരിക്കും സംസ്കരിക്കുക. മറ്റു മൃതദേഹങ്ങളെല്ലാം തന്നെയും ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം, അതായത് ഏകദേശം 12 മണിയോടുകൂടി തന്നെ ഒരു പൊതുദർശനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പൊതുദർശനത്തിന് ശേഷം 1 മണിക്കൂറാവും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് മടക്കി അയക്കും, ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിലവിൽ ഇപ്പോൾ ഇവിടെ മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ എത്തിയിരുന്നു. ജില്ലാ കളക്ടറുണ്ട്, ഡിവൈഎസ്പിമാരുണ്ട്, അതിനോടൊപ്പം തന്നെ ഭരണ പ്രതിപക്ഷ സംഘത്തെ നേതാക്കളുണ്ട്. ഒരല്പസമയത്തിന് ശേഷം ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് പൊതുദർശനത്തിന് വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തും. അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈ ഒരു പൊതുദർശന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജിലായിരിക്കും, അതായത് വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്തായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. നിലവിലിപ്പോൾ ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്, അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നിലവിൽ 5 പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. അതിൽ 3 പേർ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ICUവിലാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെ ആരോഗ്യം 2 പേരുടെ നില ഗുരുതരമായി തുടരുമ്പോഴും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നൊരു പ്രതീക്ഷയിലാണ് ഇവിടെ സഹപാഠികളടക്കമുള്ളത്. എന്തായാലും നാടിനെ മുഴുവൻ വലിയൊരു വേദനയിലാഴ്ത്തിയ അപകടമാണ്. ഈ അപകടത്തിൽ നിന്ന് കളക്ടറോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് 5 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ള കാര്യമാണ് നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കളക്ടർക്ക് ബോധ്യമായത് എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ 5 പേര് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കത്തക്ക വിധമുള്ള അതിഭീകരമായ ഒരു അപകടമായിരുന്നു. അത്ര ശക്തിയേറിയ ഒരു ഇടിയാണ് അവിടെ ഉണ്ടായത്. എന്തായാലും അല്പം സമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുശേഷമായിരിക്കും പൊതുദർശനമടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക.